ബീഹാർ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാറിന് ഒരു പ്രസക്തിയുമില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് ബി ജെ പി ഓരോ ദിവസവും പ്ലാൻ ഇടുന്നത്. ബീഹാറിൽ ഇപ്പോൾ എൽ ജെ പിയുമായാണ് ഏറ്റവും പ്രധാനമായ ചർച്ച ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഐക്യ ജനതാദളിന് മരുന്നിന് പോലും ഒരു സ്ഥാനം കൊടുക്കാത്ത രീതിയിലേക്ക് ബി ജെ പി അവരുടെ എൻ ഡി എ മുന്നണിയെ അതിവിശാലമായി വിപുലപ്പെടുത്തുകയാണ്. ജെ ഡി യുവിന് വേണമെങ്കിൽ മുന്നണിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം, നിങ്ങളുടെ ആവശ്യങ്ങളൊന്നും ഞങ്ങൾ നിറവേറ്റി തരില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബി ജെ പി അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തിറക്കുന്നത്. ഇതോടുകൂടി നിതീഷ് കുമാർ ഒരു കാര്യം മനസ്സിലായി. നിതീഷ് കുമാറിൻ്റെ ഈ അല്പത്തരത്തിന് കിട്ടിയ ഏറ്റവും വലിയ മറുപടിയാണിത്. ഷർട്ടഴിച്ച് മാറ്റും പോലെ പാർട്ടി മാറുന്ന സംവിധാനം അല്ലെങ്കിൽ മുന്നണി മാറുന്ന സംവിധാനം ഇത് നിതീഷ് കുമാറിനൊട്ട് ഭൂഷണമല്ല എന്ന് തുടക്കത്തിലെ തന്നെ ജെ ഡി യുവിലെ നേതാക്കൾ അദ്ദേഹത്തിനോട് പറഞ്ഞതാണ്. കേട്ടില്ല. അദ്ദേഹത്തിന് എന്നും അധികാരത്തിനോടായിരുന്നു ഭ്രമം, എന്നും മുഖ്യമന്ത്രിയായിരിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. കാലാകാലങ്ങളിൽ ഏത് മുന്നണി മാറി വന്നാലും അവരുടെ കൂടെ ഒട്ടിയിട്ട് ഐക്യ ജനതാദളിൻ്റെ നേതാവായി ഞെടിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഉറ്റ ചങ്ങാതിയായ ശരത് യാദവ് പോലും മരണം വരെ അദ്ദേഹത്തിനോട് മിണ്ടാതിരുന്നത്. അങ്ങനത്തെ രാഷ്ട്രീയത്തിനകത്ത് വിശ്വസിക്കാൻ കൊള്ളാത്ത നിതീഷ് കുമാറിനെ പോലുള്ളവരെ ബി ജെ പി എങ്ങനെയാണ് നമ്പുന്നത്? ബി ജെ പി അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് ജെ ഡി യുവിനെ പൊളിച്ചെടുക്കാൻ ശ്രമിച്ചത്. അന്നാണ് നിതീഷ് കുമാർ യാഥാർത്ഥ്യം മനസ്സിലായി ആർ ജെ ഡിയുടെ കൂടെ ഒട്ടാൻ ചെന്നത്. ഇപ്പോൾ ഇതാ വീണ്ടും ബി ജെ പിയുടെ കൂടെ ഒട്ടാൻ ചെന്നിരിക്കുന്നു. ഇതിൽ നിതീഷ് കുമാറിൻ്റെ അല്പത്തരവും പാപ്പരത്വവും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ബി ജെ പി നേതാക്കൾ നിതീഷ് കുമാറിനെ ഇത്രയും അവജ്ഞതയോടെ കാണുന്നത് ഇതാദ്യമായിട്ടാണെന്ന് പറയേണ്ടി വരും. ഒരു എത്തിക്സും മൊറാലിറ്റിയും ഇല്ലാത്തൊരു നേതാവ് എന്ന രീതിയിൽ ഐക്യ ജനതാദളിന് കൂടിപ്പോയ 8 സീറ്റ് കൊടുത്താൽ മതി ബീഹാറിൻ്റെ രാഷ്ട്രീയത്തിൽ എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടിയില്ലെങ്കിൽ വെറും ഒരു ബിഗ് സീറോയാണ് എന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാം എന്നാണ് ബി ജെ പി നേതാക്കൾ അദ്ദേഹത്തിനോട് പറഞ്ഞിരിക്കുന്നത്. ആർ ജെ ഡിയും ബി ജെ പിയും തമ്മിലാണ് അവിടെ ദീർഘ പോരാട്ടം എന്നത് ബി ജെ പി തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നു. ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിൽ സീറ്റ് ഷെയറിങ്ങിൻ്റെ വിജയ ഫോർമുല നാട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അതായത് 28 സീറ്റുകൾ ആർ ജെ ഡിക്കും, 9 സീറ്റുകൾ കോൺഗ്രസിനും, അതോടൊപ്പം 3 സീറ്റുകൾ ഇടതുപക്ഷത്തെ CPI MLലുമായിരിക്കും എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം ഐക്യ ജനതാദളിന് 10-ൽ കൂടുതൽ സീറ്റുകൾ കൊടുത്തില്ലെങ്കിൽ അതിനർത്ഥം അവർക്ക് മുൻഗണന എൽ ജെ പിക്ക് തന്നെയാണ്. അതായത് ചിരക് പാസ്വാൻ്റെ എൽ ജെ പിക്ക്, പശുപതി പാരസിൻ്റെ എൽ ജെ പിക്ക്. അങ്ങനെ വന്നാൽ നിതീഷ് കുമാറിൻ്റെ ഏറ്റവും വലിയ കെടുകാര്യസ്ഥതയാണെന്ന് ഐക്യ ജനതാദളിലെ നേതാക്കൾ തന്നെ അദ്ദേഹത്തിന് എഴുതിത്തള്ളും. ഇതിലൂടെ ഐക്യ ജനതാദൾ എല്ലാ രീതിയിലും തകർന്നടിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് എത്തും. ഇത് കാലം കൊടുത്ത കാവ്യനീതിയാണെന്ന് പറയേണ്ടി വരും.